നമ്മുടെ വോട്ടർമാർ എന്ത് പറയുന്നു എന്ന് നോക്കാം. മൈക്ക് എന്ന സെഗ്മെന്റിലേക്ക്. അപ്പോൾ ഏറ്റവും അധികം രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഇടങ്ങളാണ് നാട്ടിൻപുറത്തെ ചായക്കടകൾ. എന്താണ് വയനാട് മടക്കിമലയിലെ ചായക്കടയിൽ നിന്നുള്ള ചില തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങൾ നമ്മളുടെ ഈ സെഗ്മെന്റിൽ കാണും. ഇവിടെ വന്ന് എപ്പോഴെങ്കിലും വരും എന്നിട്ട് നമ്മൾ പറയില്ലേ, കാരണം ഈ ഒരു പുലി ഒരു മാനിനെ പിടിച്ചാൽ വേറൊരു മൃഗമുണ്ട്, എന്താ കഴുതപ്പുലി, ഇത് പതുക്കെ പതുക്കെ വരും. എന്തിനാ? അപ്പോഴേക്ക് പുലി ഇട്ടോടും. ഇതേപോലെ നരേന്ദ്രമോദി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നോക്കി നടക്കും, എന്നിട്ട് നരേന്ദ്രമോദി ഇട്ടോടും. ഇതേ ഒരവസ്ഥയാണ് ആരെക്കൊണ്ട്? രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. 4 ലക്ഷത്തിൽ ചില്ലറ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ രാഹുൽ ഗാന്ധി ജയിച്ചതാണ്. ഈ തീര അത് കുറഞ്ഞാലും രാഹുൽ ഗാന്ധി എന്തായാലും ഇവിടെ ജയിക്കുന്നുള്ളത് 100%, 110% ഞാൻ പറയുന്നു. കുറയാനൊന്നും സാധ്യമല്ല. രാഹുൽ ഗാന്ധി തന്നെ വരും. ആ 4 ലക്ഷം വോട്ട് തന്നെ നിലനിർത്തും. ഇവിടെ രാഹുൽ ഗാന്ധിയും ജയിക്കരുത്, മറ്റേ അനിരാജും ജയിക്കരുത്. BJPൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ ഇതുവരെ ഇടതുപക്ഷം വലതുപക്ഷം ഭരിച്ചിട്ട് ഒരു കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ആന ചവിട്ടിക്കൊല്ലലും അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശരിക്കും അവർ ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ലോക്സഭാ ഇലക്ഷൻ വയനാട് ജില്ലയിൽ ഒരാളും എന്ത് ചെയ്യരുത്, വോട്ട് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അനിരാജ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അതാണ് നാട്ടിൻപുറത്തെ തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങൾ അല്ലേ. ഇങ്ങനെ എല്ലാ നാട്ടിലും കാണും ഈ തരത്തിൽ ചായക്കടകളിലും വായനശാലകളിലും ഒക്കെ രാഷ്ട്രീയം പറയുന്ന തെരഞ്ഞെടുപ്പ് കാല കാഴ്ചകൾ.